എല്ലാ കൂട്ടുകാർക്കും വിക്യു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചിങ്ങം 1 കർഷക ദിനം. കർഷക ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ക്യൂസ് മത്സരങ്ങൾക്ക് കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ പരിശ്രമിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ശരിയുത്തരമെന്ന് തോന്നുക താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ചോദ്യം: കർഷകൻ്റെ മിത്രം. ഓപ്ഷൻസ്: കാള, മണ്ണിര, തവള. കർഷകൻ്റെ മിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ടൈമറുണ്ട്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി, മണ്ണിരയാണ് കർഷകൻ്റെ മിത്രം. ചോദ്യം: കർഷകൻ്റെ മിത്രമായ പാമ്പ്. ഓപ്ഷൻസ്: മൂർഖൻ, അണലി, ചേര. കർഷകൻ്റെ മിത്രമായ പാമ്പ്. ഉത്തരം ഓപ്ഷൻ സി, ചേര. ചോദ്യം: കർഷകൻ്റെ മിത്രമായ പക്ഷി. ഓപ്ഷൻസ്: മൂങ്ങ, തത്ത, കാക്ക. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. കർഷകൻ്റെ മിത്രമായ പക്ഷി: മൂങ്ങ, തത്ത, കാക്ക. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ, മൂങ്ങ. ചോദ്യം: പ്രകൃതിയുടെ തോട്ടി. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്നു. ഓപ്ഷൻസ്: മൂങ്ങ, മണ്ണിര, കാക്ക. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി, കാക്ക. ചോദ്യം: പ്രകൃതിയുടെ കലപ്പ. പ്രകൃതിയുടെ കലപ്പ. ഓപ്ഷൻസ്: മൂങ്ങ, മണ്ണിര, കാക്ക. പ്രകൃതിയുടെ കലപ്പ. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി, മണ്ണിര. ചോദ്യം: ഔഷധ സസ്യങ്ങളുടെ മാതാവ്. ഔഷധ സസ്യങ്ങളുടെ മാതാവ്. ഓപ്ഷൻസ്: തെച്ചി, തുളസി, വേപ്പ്. ഔഷധ സസ്യങ്ങളുടെ മാതാവ്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി, തുളസി. ചോദ്യം: കർഷക ദിനം എന്നാണ്? കർഷക ദിനം എന്നാണ്? ഓപ്ഷൻസ്: കന്നി 1, അത്തം 1, ചിങ്ങം 1. കർഷക ദിനം എന്നാണ്? ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി, ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കുന്നത്. ചോദ്യം: കൃഷിയുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഓപ്ഷൻസ്: മസനോബു ഫുക്കുവോക്ക, ഡോക്ടർ MS സ്വാമിനാഥൻ, ഡോക്ടർ നോർമൻ ബോർലോങ്. ഉത്തരം ഓപ്ഷൻ എ, മസനോബു ഫുക്കുവോക്ക. ചോദ്യം: ആധുനിക കൃഷിയുടെ പിതാവ്. ഓപ്ഷൻസ്: മസനോബു ഫുക്കുവോക്ക, ഡോക്ടർ MS സ്വാമിനാഥൻ, ഡോക്ടർ നോർമൻ ബോർലോങ്. ആധുനിക കൃഷിയുടെ പിതാവ്. ഉത്തരം ഡോക്ടർ നോർമൻ ബോർലോങ്. ചോദ്യം: ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഓപ്ഷൻസ്: മസനോബു ഫുക്കുവോക്ക, ഡോക്ടർ MS സ്വാമിനാഥൻ, ഡോക്ടർ നോർമൻ ബോർലോങ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഉത്തരം ഓപ്ഷൻ സി, നോർമൻ ബോർലോങ്. ചോദ്യം: ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഓപ്ഷൻസ്: മസനോബു ഫുക്കുവോക്ക, ഡോക്ടർ MS സ്വാമിനാഥൻ,
ഡോക്ടർ നോർമൻ ബോർലോങ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഉത്തരം ഓപ്ഷൻ ബി MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ചോദ്യം: ജൈവ കൃഷി എന്ന ആശയം കൊണ്ടുവന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻസ്: ആൽബർട്ട് ഹൊവാർഡ്, ഡോക്ടർ MS സ്വാമിനാഥൻ, ഡോക്ടർ നോർമൻ ബോർലോങ്. ജൈവ കൃഷി എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി. ഉത്തരം ഓപ്ഷൻ എ ആൽബർട്ട് ഹൊവാർഡ്. ചോദ്യം: കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻസ്: കോട്ടയം, വെള്ളാനിക്കര, മണ്ണുത്തി. കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി മണ്ണുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തി. ചോദ്യം: കേരള കാർഷിക കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള കാർഷിക കോളേജ്. ഓപ്ഷൻസ്: കോട്ടയം, വെള്ളാനിക്കര, മണ്ണുത്തി. കേരള കാർഷിക കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി വെള്ളാനിക്കര. ചോദ്യം: ഇന്ത്യയിലെ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് കൃഷിക്ക് ഊന്നൽ നൽകിയത്? ഓപ്ഷൻസ്: ഒന്നാം പഞ്ചവത്സര പദ്ധതി, മൂന്നാം പഞ്ചവത്സര പദ്ധതി, രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഏത് പദ്ധതിയാണ് കൃഷിക്ക് ഊന്നൽ നൽകിയത്? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഒന്നാം പഞ്ചവത്സര പദ്ധതി. ചോദ്യം: കാർഷിക വിളകളുടെ ഗുണമേന്മ ഉറപ്പാക്കാൻ ഭാരത സർക്കാർ നൽകുന്ന മുദ്ര. ഓപ്ഷൻസ്: റഗ് മാർക്ക്, പിഗ് മാർക്ക്, അഗ് മാർക്ക്. കാർഷിക വിളകളുടെ ഗുണമേന്മ ഉറപ്പാക്കാൻ ഭാരത സർക്കാർ നൽകുന്ന മുദ്ര. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി അഗ് മാർക്ക്. ചോദ്യം: മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ ഏതാണ്? മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ ഏതാണ്? ഓപ്ഷൻസ്: പെഡോളജി, അഗ്രോളജി, കഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ ഏതാണ്? ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ പെഡോളജി. ചോദ്യം: ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻസ്: കോട്ടയം, പഞ്ചാബ്, കട്ടക്ക്. ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി കട്ടക്ക്. ഒറീസയിലാണ് കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം: ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഓപ്ഷൻസ്: തമിഴ്നാട്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി പഞ്ചാബ്. ചോദ്യം: നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓപ്ഷൻസ്: ഒറൈസ സറ്റീവ, എലൈറ്റ് സറ്റീവ, കൊക്കോസ് ന്യൂസിഫറ. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ഒറൈസ സറ്റീവ. കൂട്ടുകാർക്ക് ഈ വീഡിയോയിൽ ലഭിച്ച മാർക്ക് നിങ്ങൾ പേര് സഹിതം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.